ബംഗളൂരു നഗരത്തിലെ ഹോട്ടലുകളിൽ ഇനി മുതൽ ചായയും കടിയും ഓർഡർ ചെയ്ത് അധിക നേരം ഇരിക്കാൻ കഴിയില്ല. ചായയും കടിയും മാത്രം ഓർഡർ ചെയ്യുന്നവർ ഇരിക്കുന്ന സമയത്തിന്റെ ചാർജ് കൂടി നൽകേണ്ടി വരും എന്നതാണ് വ്യവസ്ഥ. ഇത് സംബന്ധിച്ച നിവേദനം ഹോട്ടൽ ഉടമ അസോസിയേഷൻ ഉടൻ സർക്കാരിന് സമർപ്പിക്കും. ഒരു ചായയും കടിയും മാത്രം ഓർഡർ ചെയ്ത് ബാംഗ്ലൂരിലെ ഹോട്ടലുകൾക്കുള്ളിൽ സൊറ പറഞ്ഞിരിക്കാമെന്ന് ഇനി ആരും കരുതേണ്ട. അധിക സമയത്തിന് അധിക പണം നൽകേണ്ടി വരും. ഹോട്ടലുകളുടെ സ്ഥലപരിമിതിയും വരുമാനം കുറയുന്നതുമാണ് പുതിയ നീക്കത്തിന് ഉടമകളെ നിർബന്ധിതരാക്കുന്നത്. നഗരത്തിലെ ഹോട്ടലുകളിൽ ചായയും കടിയും മാത്രം ഓർഡർ ചെയ്ത് ദീർഘനേരം ഇരിപ്പിടങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറ്റു ഉപഭോക്താക്കൾക്ക് സ്ഥലം കിട്ടുന്നില്ലെന്നും ഇത് തിരക്കേറിയ സമയത്തെ കച്ചവടത്തെ ബാധിക്കുന്നുവെന്നുമാണ് ಹೋಟೆಲ್ ಉಡಮಗಳು പറയുന്നത്. ಎಲ್ಲ ಥರ ಟ್ರೈ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಜಾದ ಟೈಮ್ ಜಾಸ್ತಿ ಇಲ್ಲೇ ಬಂದು ಸ್ಪೆಂಡ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರಿಗೆ ನ್ಯೂ ಕಸ್ಟಮರ್ಸು ಇನ್ನೂ ಜಾಸ್ತಿ ಗೊತ್ತಾಗಲಿ, ನಿಮ್ಗೆ ಗೊತ್ತಾಗಬೇಕು ಅನ್ನೋ ಉದ್ದೇಶಕ್ಕೋಸ್ಕರ ಇದನ್ನು ಮಾತಾಡ್ತಾ ಇದ್ದೀವಿ. ஸோ இந்த கேஃபேட்டேரியா வந்து எல்லாமே காஃபி குடிக்க டீ குடிக்க மாதிரிலாம் டைம் ரொம்ப ஸ்பெண்ட் பண்ணுறாங்க. ஸோ இந்த ஹோட்டலில் வந்து இன்னும் கொஞ்சம் ஸ்பேஷியஸு, அப்புறம் இன்னும் கொஞ்சம் டீசெண்டாக இன்னும் பப்ளிக்கு நல்ல ஒரு வசதி பண்ணி கொடுத்தாங்க ரொம்ப நல்லாயிருக்கும். இந்த வாஷ்ரூம் ടൈലറ്റ്സ് എല്ലാം. നഗരത്തിലെ ഹോട്ടൽ ഉടമകൾ സർക്കാരിന് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ്. ആവശ്യം സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഇനി മുതൽ ചായക്കും കടിക്കുമൊപ്പം അധിക സമയത്തിന് തുകയും നൽകേണ്ടി വരും. ചായയും കടിയും കഴിച്ച് പരിസരം മറന്നുപോകുന്നവർ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. സമയം കൂടുന്തോറും പോക്കറ്റും കാലിയാകും. ബാംഗ്ലൂരിൽ നിന്നും സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.